ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ രണ്ടുപേരും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സിമിലറായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഏകദേശം ഒരേ ആറ്റിറ്റ്യൂഡ്, ഒരേ സ്വഭാവം ഒക്കെ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോഴും പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്തോ ഒരു കാര്യം പാസ്റ്റിൽ വളരെ നിങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മുന്നേ വേണമെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് അറിയുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആണെങ്കിൽ അവർ ഇമോഷണലായിട്ടിരിക്കുകയാണ് എന്ന് ഈ വ്യക്തിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി എങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത് തന്നെ. ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ നമുക്കിവിടെ ഷാഡോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ വ്യക്തിക്ക്, അതായത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും ടെൻഷൻ അടിക്കുന്നു. വളരെയധികം പേടിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ആവശ്യവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അടിപൊളിയാണ്. ഓക്കെ, നിങ്ങളുടെ ചില കുറവുകൾ മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനൊന്നും ഈ വ്യക്തി ശ്രമിക്കുന്നില്ല. എല്ലാവർക്കും കുറവുകളുണ്ടെന്ന് തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ തന്നെ പാസ്റ്റിൽ സംഭവിച്ചാലും മുന്നോട്ട് ഇനി ഫ്യൂച്ചറിലേക്ക്, ഓക്കെ, ഫ്യൂച്ചറിലേക്ക് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ട്രൂത്ത് കാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ലെന്ന് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം എന്ന് തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെയും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടതും. ഒരാൾ മനസ്സിലാക്കാനും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ടിയിരുന്നത് ഒരു ലിസണറിനെ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരാളെ, ഒരിക്കലും സ്ട്രെസ്സ് തരാതെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം തരുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരാൾ തന്നെയാണ് നിങ്ങളെന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവാം. അതായത് വളരെയധികം എതിർപ്പുകൾ വളരെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് തരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നോക്കിക്കാണുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫാമിലിയായിട്ട്, നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതൊക്കെ നല്ലതിന് വേണ്ടി തന്നെയാണ്, നല്ലതിന് വേണ്ടിയുള്ളൊരു മുന്നോടിയാണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നൊക്കെ മൂവ് ഓൺ ആകാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ വ്യക്തി പറയുന്ന ഈ വ്യക്തിയെ യൂസ് ചെയ്യൂ, മൂവ് ഓൺ ആകാനായിട്ട് ഈ വ്യക്തി യൂസ് ചെയ്യൂ എന്നാണ് നിങ്ങളോട് പറയുന്നത്. അതായത് ഇപ്പോൾ
നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും അഡ്വൈസ് വേണോ, മോട്ടിവേഷൻ വേണോ, നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് എന്നാണ് പറയുന്നത് ഈ വ്യക്തി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ഈ വ്യക്തിയോട് തുറന്ന് സംസാരിക്കുക. നിങ്ങൾ ഈ വ്യക്തിയോട് മറച്ച് പിടിച്ച് ഒക്കെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവർക്ക് അത് വല്ലാതെ ഒരു ഇറിറ്റേഷനും, അതേപോലെ തന്നെ ഒട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ഈ വ്യക്തിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കൂ എന്നാണ് ഈ വ്യക്തി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ ഫിയറാണ്, എന്തൊക്കെ പേടിയാണ് നിങ്ങളെ അലട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്, അതൊക്കെ ഈ വ്യക്തിയോട് തുറന്നു പറയൂ എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്തൊക്കെയുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ജോലിയിൽ കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും ഈ വ്യക്തി ഒരിക്കലും മറക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തിയെ കൈവിട്ടരുത് എന്ന് തന്നെയാണ് ഇവിടെ കാഴ്ച പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നിരിക്കും, പക്ഷേ അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങൾ വിട്ട് കളയാൻ ശ്രമിക്കുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം മുറുകെ പിടിക്കുക എന്നാണ് ഇവിടെ നമ്മുടെ ട്രൂത്ത് കാർഡ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഈ വ്യക്തിയോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്ന പ്രോമിസ് തന്നെയാണ് ഇവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് സോൾവ് ചെയ്യാം എന്നാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഈ വ്യക്തിക്ക്. ഓക്കെ, അപ്പോൾ അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. കാരണം ഇവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രെങ്ത് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ട്രൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പറയും, സത്യമായുള്ള കാര്യങ്ങൾ മാത്രം ഈ വ്യക്തിയോട് പറയും. അതേപോലെ തന്നെ നിങ്ങൾ ലോയലാണ്. ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിൽ വേണ്ടത് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ കള്ളം പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിലോ ഒരിക്കലും നിങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ അതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനൊരു പാർട്ട്ണറിനെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കളയാതെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ്. വേറെ ഒരാളിലോട്ടും ഈ വ്യക്തി ഇതുവരേക്കും ഇത്രയും അട്രാക്റ്റഡ് ആയിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് പേഴ്സൺ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു. പോസിറ്റീവായിട്ടിരിക്കാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തയിൽ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോബീസൊക്കെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ വ്യക്തിയോട് തന്നെ സംസാരിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ എന്ത് കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.